ഞാൻ വീട്ടിലെത്തിയതിൻ്റെ അന്ന് വൈകുന്നേരം തന്നെ നമ്മളെ അന്വേഷിച്ച് ചേട്ടായും ചേച്ചി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് രാത്രി അവരുടെ കൂടെ പോയി. പിറ്റേ ദിവസം അവിടുന്ന് രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ആ കണ്ടത്. അത് കഴിഞ്ഞ് ചേച്ചീൻ്റെ ഒരു ഡ്രസ്സ് അത് ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ചെയ്തു കൊടുത്തു കഴിഞ്ഞ് മെല്ലെ രണ്ടുപേരെയും കൂടെ പൊക്കി എനിക്ക് പുറത്ത് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് കൂട്ടിയതാണ്. രണ്ടാക്കും പുറത്ത് പോകേണ്ട പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ വിളിച്ചപ്പം എൻ്റെ കൂടെ ഇങ്ങ് പോന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് മെറ്റീരിയലൊക്കെ വാങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. ഒരു കല്യാണമൊക്കെ വരുന്നുണ്ട്. അപ്പം അതിനുള്ള ഡ്രസ്സൊക്കെ റെഡിയാക്കണമല്ലോ. അപ്പോൾ പിന്നെ ഞാനൊരു മെറ്റീരിയലൊക്കെ എടുത്തു. പിന്നെ ചേച്ചിക്കാണെങ്കിലും ഒരെണ്ണം എടുത്തു. അങ്ങനെ ഓരോരോ ആവശ്യമുള്ള 1-2 സാധനങ്ങളെല്ലാം എടുത്തു. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഈ മെറ്റീരിയൽ തപ്പി ഇറങ്ങിയത്. അതുകൊണ്ട് കുറച്ചധികം നേരം തന്നെ നോക്കിയെന്ന് പറയാം. അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് പിന്നെ മെയിൻ ആണല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. വേറെ പ്രത്യേകിച്ചൊന്നും ആലോചിക്കാൻ നിന്നില്ല. അവിടെയുള്ള മന്തി കിട്ടുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേട്ടായി ആണെങ്കിൽ ബീഫ് മന്തിയും ഞങ്ങളാണെങ്കിൽ അൽഫാം മന്തിയായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ വാങ്ങി അതിൻ്റെ കഴിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവരുടെ പുതിയ വീട് പണിയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ പിന്നെ അവിടേക്കൊക്കെ പോയി ആ കാഴ്ചകളൊക്കെ കണ്ടു. പണ്ടാണെങ്കിലും ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ലീവിന് വരുന്ന സമയത്താണ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇവരുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. ഇപ്പോൾ പക്ഷേ പകുതി ആൾക്കാരും പല പല രാജ്യത്താണ്. അതുകൊണ്ട് തൽക്കാലം ഇപ്പം നാട്ടിലുള്ള ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ച് കൂടി ഇതിലേക്ക് പോയി ഫുഡൊക്കെ കഴിച്ച് ഒന്നങ്ങ് കറങ്ങി. അത് കഴിഞ്ഞ് ഡാമിൻ്റെ സൈഡിൽ നിന്ന് 1-2 ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ച് നേരം നിന്നിട്ടാണ് ഈ പോക്ക്.